ഈ വീഡിയോയിൽ ലക്ഷക്കണക്കിന് പട്ടുനൂൽ പുഴുക്കളിൽ നിന്നും പട്ടുനൂൽ ഉൽപ്പാദിപ്പിക്കുന്നത് എങ്ങനെയെന്ന് വിശദമായി പറഞ്ഞു തരുന്നു. വിദേശ രാജ്യങ്ങളിൽ ഏകദേശം 7 ദിവസമായ പട്ടുനൂൽ പുഴുക്കൾക്ക് സമീകൃതമായ ആഹാരം മെഷീൻ ഉപയോഗിച്ച് ഇട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. മുട്ട വിരിഞ്ഞ് ഏകദേശം 7 ദിവസം പ്രായമായ പട്ടുനൂൽ പുഴുക്കൾക്ക് കൃത്യമായ സമീകൃതമായ ആഹാരം യന്ത്രങ്ങളുടെ സഹായത്താൽ കൃത്യമായ അളവിൽ ഇട്ടുകൊടുക്കുന്നതാണ് ഈ കാണുന്നത്. സാധാരണ രീതിയിൽ 100 മുട്ടയിൽ നിന്നും ഏകദേശം 55,000 മുതൽ 60,000 വരെ പുഴുക്കളെ കിട്ടും എന്നാണ് പറയുന്നത്. പട്ടുനൂൽ പുഴുക്കൾ വിവിധ ഘട്ടങ്ങളിലുള്ള വളർച്ചയിലൂടെയാണ് കടന്നു പോകുന്നത്. മുട്ട വിരിഞ്ഞ് പാകമായി 7 ദിവസങ്ങൾ കഴിയുമ്പോൾ ഈ പുഴുക്കൾ അതിൻ്റെ തോൽ തനിയെ നീക്കം ചെയ്യുന്നു. പട്ടുനൂൽ പുഴുക്കൾ വളരെ വേഗത്തിൽ വലുതാവാൻ അവയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയ മൾബറികളുടെ ഇലകളാണ് നൽകേണ്ടത്. ദിവസത്തിൽ 2 പ്രാവശ്യം വച്ച് 3 ദിവസം പുഴുക്കൾക്ക് മൾബറി ഇല കൊടുക്കുന്നു. ഇങ്ങനെ ദിവസങ്ങൾ കഴിയുമ്പോൾ പട്ടുനൂൽ പുഴുക്കൾ തൊലി ഉരിഞ്ഞു കളയുന്നു. ഇതിനെ മോൾട്ടിംഗ് എന്നാണ് പറയുന്നത്. ഇവയുടെ തൊലി ഉരിഞ്ഞ ശേഷം ഏകദേശം 28 മണിക്കൂർ ഈ പുഴുക്കൾക്ക് ഇലകൾ നൽകുന്നില്ല. പിന്നീട് ഇവ വളർച്ചയുടെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നു. പട്ടുനൂൽ കൃഷിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്തുവെന്നാൽ ഇവ മൾബറിയുടെ ഇലകൾ മാത്രമേ ഭക്ഷിക്കൂ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ സ്ഥലമുള്ള ആളുകൾക്ക് മൾബറി കൃഷി ചെയ്തെങ്കിൽ മാത്രമേ ഈ പുഴുക്കൾക്ക് തീറ്റ നൽകാൻ സാധിക്കുകയുള്ളൂ. ഇത്രമാത്രം ഇലകൾ ഈ പുഴുക്കളുടെ മുകളിൽ വെച്ചാലും ഏകദേശം 2 മുതൽ 3 മണിക്കൂറിനുള്ളിൽ ഈ ഇലകൾ മുഴുവനായി കഴിച്ചു തീർക്കും. പിന്നീട് ബാക്കി വരുന്നത് ഇതിൻ്റെ തണ്ടുകൾ മാത്രമായിരിക്കും. പട്ടുനൂൽ പുഴുക്കളുടെ വളർച്ചയുടെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് 4 ദിവസം തുടർച്ചയായി ദിവസത്തിൽ 2 പ്രാവശ്യം ഇവയ്ക്ക് ഇലകൾ നൽകുക എന്നുള്ളതാണ്. വളർച്ചയുടെ അടുത്ത ഘട്ടത്തിൽ 6 ദിവസം തുടർച്ചയായി ഒരു ദിവസത്തിൽ 2 പ്രാവശ്യം വെച്ച് 12 നേരം ഇവയ്ക്ക് തുടർച്ചയായി ഇലകൾ നൽകുന്നു. ഇങ്ങനെ പൂർണ്ണ വളർച്ചയിലെത്തിയ പുഴുക്കൾ തലപൊക്കി നോക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഇവ കൊക്കൂൺ ഉണ്ടാക്കാൻ തയ്യാറായി എന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കാം. ഇതുപോലെ പൂർണ്ണ വളർച്ചയെത്തിയ പുഴുക്കളെ കൂട്ടിൽ നിന്നും നീക്കം ചെയ്യുന്നു. പിന്നീട് ഈ പുഴുക്കളെ ഒരു നെറ്റ് പോലെ സമചതുരത്തിലുള്ള ഒരു പെട്ടിയിലേക്ക് മാറ്റുന്നു. ഇതിനെ നെറ്റിയ എന്നാണ് പറയുന്നത്. ഈ നെറ്റിലേക്ക് ആക്കി പിറ്റേ ദിവസം മുതൽ പുഴുക്കൾ നൂൽ നിർമ്മാണം ആരംഭിക്കുകയായി. പുഴുക്കളുടെ വളർച്ചയ്ക്കും ചൂട് കുറയ്ക്കുന്നതിനുമായി ഈ നെറ്റ് തുടർച്ചയായി വളരെ സാവധാനത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കും. ഇങ്ങനെ ഓരോ പുഴുവിൻ്റെയും പ്രയത്നത്തിൻ്റെ ഫലമായാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ സിൽക്ക് നൂലുകളും ഉണ്ടാകുന്നത്. ഏകദേശം 500 മുതൽ 530 കൊക്കൂണുകൾ ചേരുമ്പോഴാണ് 1 കിലോ കൊക്കൂൺ ലഭ്യമാകുന്നത്. ഒരു കൊക്കൂണിൽ നിന്നും ഏകദേശം 1100 മുതൽ 1200 മീറ്റർ നീളമുള്ള നൂൽ ലഭ്യമാകും. പട്ടുനൂൽ പുഴുക്കൾ അവയുടെ നൂൽ നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവയെ വളരെ കരുതലോടെ ശ്രദ്ധിക്കണം. കാരണം നൂൽ നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞ്
അതിൻ്റെ ഇടയിൽ നിർമ്മാണം നിർത്തിക്കഴിഞ്ഞാൽ ആ നൂൽ കട്ടാകുകയും പൂർണ്ണ രീതിയിലുള്ള കൊക്കൂൺ ലഭിക്കാതിരിക്കുകയും ചെയ്യുന്നു. നല്ല രീതിയിലുള്ള ഒരു പട്ടുസാരി ഉണ്ടാക്കുന്നതിന് ഏകദേശം 7 കിലോ പട്ടുനൂൽ ആവശ്യമായി വരും. പൂർണ്ണമായും കൊക്കൂണുകൾ ആയിക്കഴിഞ്ഞാൽ ഇതുപോലുള്ള മെഷീനറികൾ ഉപയോഗിച്ച് നെറ്റിൽ നിന്നും കൊക്കൂണുകളെ വേർതിരിച്ച് എടുക്കുന്നു. പൂർണ്ണ വളർച്ചയിലെത്തിയ വെള്ള നിറത്തിലുള്ള നൂലുകളെയാണ് കൊക്കൂൺ എന്ന് പറയുന്നത്. ഇങ്ങനെ വേർതിരിച്ചെടുക്കുന്ന കൊക്കൂണുകളിൽ നിന്നും നല്ലത് മാത്രം നീക്കം ചെയ്താണ് കമ്പനിയിലേക്ക് അയക്കുന്നത്. ഏറ്റവും ഉന്നത നിലവാരത്തിലുള്ള കൊക്കൂണുകളെ ഇതുപോലെ ചാക്കുകളിൽ നിറച്ച് കമ്പനിയിലേക്ക് കൊണ്ടുപോകുന്നു. കൊക്കൂണുകളിൽ നിന്നും പട്ടുനൂൽ വേർതിരിക്കുക എന്നുള്ളത് വളരെ സങ്കീർണമായ ഒരു പ്രക്രിയ തന്നെയാണ്. ഇതിനായി ഒട്ടനവധി ആളുകളുടെ സഹായവും നൂതനമായ മെഷീനറികളും ആവശ്യമായി വരുന്നു. കമ്പനിയിലെത്തുന്ന കൊക്കൂണുകൾ ഇതുപോലെ മെഷീനുകളിലേക്ക് ഇട്ടുകൊടുത്ത ശേഷം അവ നന്നായി വാഷ് ചെയ്ത് പുറത്തു വരുന്നു. കമ്പനിയിൽ എത്തുന്ന കൊക്കൂണുകളിൽ നിന്നും വീണ്ടും നല്ല കൊക്കൂണുകളെ മാത്രം കടത്തിവിടുകയും കേടുവന്നതും ചീത്തയായതുമായ കൊക്കൂണുകളെ മാറ്റുകയും ചെയ്യുന്നു. ഏറ്റവും നൂതനമായ മെഷീനറികളുടെയും ആളുകളുടെയും സഹായത്തോടെ ഈ കൊക്കൂണുകളിൽ നിന്നും പട്ടുനൂലുകൾ വിട്ടുപോകാതെ മീറ്ററുകളോളം നീളത്തിൽ വേർതിരിച്ച് എടുക്കുന്നു. ഏകദേശം 5000 വർഷങ്ങൾക്ക് മുമ്പ് ചൈനയിലാണ് പട്ടുനൂൽ കൃഷി ആദ്യമായി ആരംഭിച്ചത്. പിന്നീട് ജപ്പാൻ, തായ്ലൻഡ്, കൊറിയ തുടങ്ങിയ രാജ്യങ്ങളിലും പിന്നീട് ഇന്ത്യയിലും ഇത് കൃഷി ചെയ്യാൻ ആരംഭിച്ചു. ഇന്ത്യയിൽ തമിഴ്നാട്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് ഇത് വ്യാപകമായി കൃഷി ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ കേരളത്തിലും പട്ടുനൂൽ കൃഷി ആരംഭിച്ചിട്ടുണ്ട്. പട്ടുനൂൽ പുഴുക്കളെ വളർത്തുന്നതിന് ഒരു പ്രത്യേക കാലാവസ്ഥ ആവശ്യമാണ്. ഇത് സാധാരണ നമ്മുടെ കേരളത്തിൽ 29 ഡിഗ്രി സെൽഷ്യസിന് താഴെ ആണെങ്കിൽ മാത്രമേ ഇവ നല്ല രീതിയിൽ വളർന്ന് മികച്ച രീതിയിലുള്ള ഉൽപാദനം സാധ്യമാകുന്നുള്ളൂ. ഇന്ത്യയിൽ ഓല മെടഞ്ഞുണ്ടാക്കിയ ഷെഡുകളിലാണ് പ്രധാനമായും പട്ടുനൂൽ പുഴുക്കളെ വളർത്തുന്നത്. ഇതിനുള്ള പ്രധാന കാരണം ചൂട് കുറയ്ക്കുക എന്നത് തന്നെയാണ്. ഈ ഷെഡിൻ്റെ മുകളിലായി നനഞ്ഞ തുണികളും അതുപോലെ ഡിപ്പ് ഇറിഗേഷൻ സംവിധാനത്തിലൂടെ വെള്ളം നനച്ചും ചൂട് ക്രമാതീതമായി ഉയരുന്നത് തടയുന്നു. ഇന്ത്യയിൽ പട്ടുനൂൽ കുറവാണ് ഉൽപ്പാദിപ്പിക്കുന്നതെങ്കിലും ലോകരാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ പട്ട് ഉപയോഗിക്കുന്നത് ഇന്ത്യയിലാണ്. മികച്ച രീതിയിലുള്ള പരിശീലനം ലഭിച്ചാൽ മാത്രമേ നല്ല രീതിയിൽ പട്ടുനൂൽ പുഴുക്കളെ വളർത്തുന്നതിനുള്ള വ്യവസായം ആരംഭിക്കാൻ സാധിക്കുകയുള്ളൂ. കൊക്കൂണുകളിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന നൂലുകൾ ഇതുപോലെ വലിയ റോഡുകളായി മാറ്റുന്നു. പിന്നീട് ഇവ നല്ല രീതിയിൽ പാക്ക് ചെയ്ത ശേഷം നെയ്ത്ത് ശാലകളിലേക്ക് അയച്ചു കൊടുക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്.